ഉത്തർപ്രദേശിൽ ഒരു നാൾ ഗുണ്ടകളും തട്ടിപ്പ് വീരന്മാരും ഗജ ഫ്രോഡുകളുമൊക്കെ ഭയത്തോടെ കേട്ടിരുന്ന ഒരു പോലീസ് ഓഫീസറാണ് അജയ് പാൽ ശർമ്മ IPS. ഒരു കാലത്ത് ഉത്തർപ്രദേശിൽ ഗുണ്ടകളുടെ പേടി സ്വപ്നമായിരുന്നു ഈ IPS ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തെയാണ് പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ചത്. ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ TMC സ്ഥാനാർത്ഥി, അതായത് തൃണമൂൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയായ ജഹാംഗീർ ഖാൻ ആളുകളെ ഭീഷണിപ്പെടുത്തുന്നതായി പരാതികൾ വ്യാപകമായി ഉയർന്നു വന്നു. വലിയ രീതിയിലുള്ള പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേശപ്പുറത്ത് വരെ എത്തി. അതോടെയാണ് അജയ് പാൽ ശർമ്മയെ കളത്തിലിറക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മനസ്സിലായത്. അങ്ങനെ അജയ് പാൽ ശർമ്മയെ നിയമിച്ചുകൊണ്ടൊരു ഔദ്യോഗികമായ ഉത്തരവ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തേക്ക് ഇറക്കുന്നു. പശ്ചിമ ബംഗാളിൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണം നടക്കുകയാണ്. അതായത് സമാധാനമായിട്ടുള്ള ഒരു പ്രചാരണമാണ്. നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. അതായത് ഇന്ന് നിശബ്ദ പ്രചാരണമാണ് പശ്ചിമ ബംഗാളിൽ നടക്കുന്നത്. നാളെ രണ്ടാം ഘട്ട വോട്ടെടുപ്പാണ് നാളെ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിലാണ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള അജയ് പാൽ ഒരു നിർണായകമായ ഒരു താക്കീത് തൃണമൂൽ കോൺഗ്രസിലെ ഗുണ്ടകൾക്ക് നൽകിയിരിക്കുകയാണ്. അതായത് ഇനി ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ വെടിവയ്ക്കും എന്ന തരത്തിലാണ് IPS ഓഫീസർ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഈ അജയ് പാൽ ശർമ്മ എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എൻകൗണ്ടർ ഷൂട്ടറാണ്. കൂടുതൽ സംസാരിക്കുകയൊന്നുമില്ല. ആക്രമിയെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തോക്കെടുക്കും, പോയിന്റ് ബ്ലാങ്കിൽ വെടിവെക്കും. ചിലപ്പോൾ നെറ്റിയിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നെഞ്ചത്തായിരിക്കും. വെടി വെച്ച് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പുള്ളി നോക്കുന്നത്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അജയ് പാൽ ശർമ്മയെ തന്നെ പശ്ചിമ ബംഗാളിലേക്ക് നിയമിച്ചത്. ആളുകളെ ഭീഷണിപ്പെടുത്തിയത് സംബന്ധിച്ച് കൂടുതൽ പരാതികൾ ലഭിച്ചാൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ തൃണമൂൽ സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ വോട്ടർമാരെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതായി പൊതുജനങ്ങളിൽ നിന്ന് വ്യാപകമായ പരാതികൾ ഉയർന്നിരുന്നു. ഈ പരാതികളെ തുടർന്ന് അജയ് ശർമ്മ സംഭവ സ്ഥലത്ത് എത്തിയെങ്കിലും ജഹാംഗീർ ഖാനെ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. നാട്ടുകാരും ലോക്കൽ പോലീസ് പോലും ജഹാംഗീർ ഖാന്റെ വീടിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകാൻ തയ്യാറായില്ല. കാരണം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തൃണമൂൽ ഗുണ്ടകളുടെ ഒപ്പത്തിനാണ് നിൽക്കുന്നത്. അവരുടെ ശിങ്കിടികളായിട്ടാണ് ഈ പശ്ചിമ ബംഗാളിലെ പോലീസുകാർ നിൽക്കുന്നത്. എന്നാൽ അജയ് പാൽ ശർമ്മ ഉത്തർപ്രദേശിൽ നിന്നാണ് വന്നത്, യോഗിയുടെ തട്ടകത്തിൽ നിന്നാണ് വന്നത്. അജയ് പാൽ ശർമ്മ നേരെ UPയിലെ ATS, അതായത് ആന്റി ടെററിസ്റ്റ് കോഡുമായി ബന്ധപ്പെട്ടു. ജഹാംഗീറിന്റെ വീട് കൃത്യമായി റഡാറിലേക്ക് വരുത്താനും എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനും പറഞ്ഞു. ATS നിമിഷ നേരം കൊണ്ട് തന്നെ പശ്ചിമ ബംഗാളിലുള്ള ജഹാംഗീറിന്റെ വീട് എവിടെയാണെന്ന് കൃത്യമായി തന്നെ കണ്ടുപിടിക്കുന്നു. അജയ് പാൽ ശർമ്മ അവിടേക്ക് പോകുന്നു. അങ്ങനെ അവിടെ എത്തിയ അജയ് പാൽ ശർമ്മ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് പശ്ചിമ ബംഗാൾ പോലീസ് ഈ ജഹാംഗീറിന് സംരക്ഷണം ഒരുക്കിയിരിക്കുന്നു. അതായത് ജഹാംഗീറിന് മാത്രമല്ല, ജഹാംഗീറിന്റെ വീട്, അവരുടെ പുള്ളിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള എന്തൊക്കെ ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ അവിടെ എല്ലാ സ്ഥലങ്ങളിലും ഈ ജഹാംഗീറിനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പശ്ചിമ ബംഗാൾ പോലീസ് ഒരു വൻ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ജഹാംഗീറിന് സുരക്ഷ ഒരുക്കിയത് എന്ന് ചോദിച്ചുകൊണ്ട് അജയ് പാൽ ശർമ്മ അവിടുത്തെ സൂപ്രണ്ടിനോട് ഒരു വിശദീകരണം ചോദിച്ചപ്പോൾ അവിടുത്തെ സൂപ്രണ്ട് പറഞ്ഞത് ജഹാംഗീർ ഖാന് Y കാറ്റഗറി സുരക്ഷ അനുവദിച്ചിട്ടുണ്ടെന്നും 10 പോലീസ് ഉദ്യോഗസ്ഥരെ അദ്ദേഹത്തിനോടൊപ്പം തന്നെ 24 മണിക്കൂർ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് സൂപ്രണ്ട് പറഞ്ഞത്. സംഭവ സ്ഥലത്ത് 14 പോലീസ് ഉദ്യോഗസ്ഥരെ എന്തിനു വിന്യസിച്ചുവെന്ന് അജയ് പാൽ ശർമ്മ സൂപ്രണ്ടിനോട് ചോദിച്ചു. 4 അധിക പോലീസ് ഉദ്യോഗസ്ഥരെ എന്തിനാണ് വിന്യസിച്ചതെന്ന് അത് വിശദീകരിക്കണമെന്ന് അജയ് പാൽ ശർമ്മ സൂപ്രണ്ടിനോട് ഔദ്യോഗികമായി തന്നെ ഒരു നോട്ടീസും നൽകി. ജഹാംഗീർ ഖാന്റെ അനന്തരവനും ബന്ധുക്കൾക്കും കർശന മുന്നറിയിപ്പാണ് അജയ് പാൽ ശർമ്മ നൽകിയത്. അതായത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായാൽ കർശനമായ നടപടി ഉണ്ടാകും, ഞാൻ ചിലപ്പോൾ വെടി തന്നെ വയ്ക്കും, അതായത് വെടിവെച്ച് കൊല്ലും, ആ ഒരു നീക്കത്തിലേക്ക് എന്നെ തോക്കെടുപ്പിക്കരുത് എന്നൊരു കർശനമായ നിർദ്ദേശം അജയ് പാൽ ശർമ്മ നൽകി. വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയോ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടുകയോ ചെയ്താൽ പരാതി ലഭിച്ചാൽ കർശനമായ നടപടിയെടുക്കുമെന്ന് അജയ് പാൽ ശർമ്മ ഒന്നും കൂടെ ജഹാംഗീറിനും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരിക, വോട്ട് ചെയ്യുക, തിരികെ പോവുക, എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഞാൻ ഫയർ ചെയ്യുമെന്ന് അജയ് പാൽ ശർമ്മ വ്യക്തമായ ഒരു താക്കീതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്.